ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഒത്തിരി തവണ വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എക്സാം എഴുതാതിരുന്ന സാറേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചു ആ ഒരു ചോദ്യം. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് വ്യക്തമായിട്ടൊരു ഉത്തരം കൂടി നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കൺഫർമേഷൻ സ്ഥിരീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. PSC പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും പരീക്ഷ എഴുതുവാൻ തയ്യാറുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മാത്രം പരീക്ഷ എഴുതുവാൻ സൗകര്യമൊരുക്കുന്നതിനെയാണ് കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണം സമ്പ്രദായം കമ്മീഷൻ നടപ്പാക്കിയത്. പ്രൊഫൈലിലൂടെ സ്ഥിരീകരണം നടത്തിയ ഉദ്യോഗാർത്ഥികൾ മാത്രമേ പ്രസ്തുത തസ്തികയുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി കൺഫർമേഷൻ സ്ഥിരീകരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ മാസവും നടത്തുന്ന പരീക്ഷയുടെ കലണ്ടർ 3 മാസം മുൻപ് തന്നെയാണ് PSC പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ തസ്തികയുടെ പരീക്ഷ സംബന്ധിച്ച വിശദാംശങ്ങളോടൊപ്പം തന്നെ കൺഫർമേഷൻ സ്ഥിരീകരണം നൽകേണ്ടുന്ന കാലാവധിയും സ്ഥിരീകരണവും നൽകിയവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ലഭ്യമാകുന്ന തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ പ്രസ്തുത കാലയളവിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ വഴി സ്ഥിരീകരണം നടത്തേണ്ടതാണ്. കാലാവധിക്ക് ശേഷം ഒരു കാരണവശാലും സ്ഥിരീകരണം നടത്തുവാൻ സാധിക്കുകയില്ല. സ്ഥിരീകരണം നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷാ കേന്ദ്രവും രജിസ്റ്റർ നമ്പറും അനുവദിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആയതിനാൽ ഓരോ തസ്തികയ്ക്കും പരീക്ഷ എഴുതുവാൻ തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ പ്രസ്തുത കാലയളവിനുള്ളിൽ കൺഫർമേഷൻ സ്ഥിരീകരണം അല്ലെങ്കിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്കും അതിൻ്റെ കാലയളവിൽ വെവ്വേറെ കൺഫർമേഷൻ സ്ഥിരീകരണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കൺഫർമേഷനെ കുറിച്ച് PSC പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ PSC പറഞ്ഞിരിക്കുന്നത് 3 പ്രാവശ്യമെങ്കിലും പരീക്ഷ എഴുതാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയും ആരുടെയും പ്രൊഫൈൽ എന്ത് ചെയ്തിട്ടില്ല, ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഒരു പരീക്ഷ PSC നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് 150 മുതൽ 200 രൂപ വരെ ചെലവാണ് വരുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം സെന്റർ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഓരോ എക്സാം സെന്ററിൻ്റെ ഹാളിലേക്ക് വേണ്ടിയിട്ട് ഓരോ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്യണം. അതിനുള്ള സെപ്പറേറ്റ് പൈസ. അതേപോലെ നമുക്ക് തരുന്ന OMR ബുക്ക്ലെറ്റ്, അതിന് വരുന്ന പൈസ. അതേപോലെ തന്നെ എന്താണ്, ഇപ്പൊ തന്നെ നമുക്കറിയാം ഓരോ ബുക്ക്ലെറ്റ് നമ്മൾ പുറമേ നിന്നൊക്കെ വാങ്ങാൻ നേരത്തെ അതിന് ഏകദേശം 250-300 രൂപയൊക്കെയാണ് ഓരോരുത്തർ വാങ്ങുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് വരുന്ന OMR ബുക്ക്ലെറ്റ്, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ അതിൻ്റെ പൈസ വേറെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഏകദേശം ഒരു 150 മുതൽ 200 രൂപ വരെയാണ് വരുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുത്തവർ ഉറപ്പായിട്ടും എക്സാം എഴുതുക. അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കത് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്, പോകാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ ആക്സിഡന്റ് കേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അന്നേരം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളത് എക്സാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തത് എല്ലാ എക്സാമുകളും നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യില്ല. കാരണം 3 പ്രാവശ്യമെങ്കിലും നമുക്ക് എന്താണ് നിലവിൽ അടുപ്പിച്ച് നമുക്ക് എന്താണ് എഴുതാതിരുന്നാൽ മാത്രമാണ് ബ്ലോക്ക് ആവത്തുള്ളൂ. പക്ഷേ അതിനേക്കുള്ള വഴി നമ്മൾ ഒരിക്കലും വയ്ക്കരുത്. കാരണം എന്ത് ചെയ്യുക, ഓരോ എക്സാമുകളും നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും, ഓരോ ചോദ്യങ്ങളും നമുക്ക് ഓരോ അനുഭവങ്ങളും, നമ്മുടെ അടുത്ത ജോലിയിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടി തന്നെയായിരിക്കും ഓരോ എക്സാമുകളും. അപ്പോൾ ഓരോ തെറ്റുകൾ നമുക്ക് ഓരോ എക്സാമുകളിൽ വരുന്നത് മാറ്റാനും, അതേപോലെ തന്നെ നെഗറ്റീവുകൾ കുറയ്ക്കാനും, നമ്മുടെ പേടി എക്സാമിനോടുള്ള മാറ്റാനൊക്കെ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് എക്സാമുകൾ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ച് എല്ലാം നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് കൺഫർമേഷനുമായി ബന്ധപ്പെട്ടും, അതേപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും കൺഫർമേഷൻ കൊടുത്തെങ്കിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്യുക. 3 പ്രാവശ്യം അടുപ്പിച്ച് നിങ്ങളത് എഴുതാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ
എന്താണ് ബ്ലോക്ക് ആവും. പിന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള PSC ഓഫീസിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ റീസൺ എന്നുള്ളത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ തന്നെ എന്ത് ചെയ്യുക, അടുപ്പിച്ചുള്ള എക്സാമുകൾ എഴുതാതിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എല്ലാ എക്സാമുകളും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനിയും ഇത് അറിയില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.